ന്യൂസ് 26 അതിഥിക്കൊപ്പം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മെമ്പർ, കോഴിക്കോട് ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷൻ പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജോയിന്റ് സെക്രട്ടറി, 25 വർഷത്തിലധികമായി ജാമിയ യമാനിയയുടെ ജനറൽ സെക്രട്ടറി, ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ നിഴലായി കൂടെ നടന്ന സന്തത സഹചാരി കുട്ടി ഹസൻ ദാരിമി ഉസ്താദാണ്. ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉസ്താദ് അവറുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഏത് നിലപാടിൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു? ഷംസുൽ ഉലമ നബറല്ലാഹു മർക്കദഹു മഹാനവറുകൾ ഈ സമയത്ത് ജീവിച്ചിരിക്കുന്നെങ്കിൽ മൊത്തത്തിൽ മുസ്ലിമീങ്ങളെ ഐക്യത്തിലാക്കുകയും ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഉരുണ്ടുകൂടുന്ന പ്രശ്നങ്ങളൊക്കെ 35 കൊല്ലം മുമ്പ് തന്നെ ദീർഘദൃഷ്ടിയോടുകൂടി ഈ സമുദായത്തോട് മൊത്തത്തിൽ ഉണർത്തുകയും ചെയ്തിരുന്നു. മുസ്ലിമീങ്ങൾ ഐക്യപ്പെടണം, കക്ഷിഭേദമന്യേ എല്ലാ മുസ്ലിമീങ്ങളും ഒത്തൊരുമിച്ച് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ള അവസരമുണ്ടാക്കണമെന്ന അഭിപ്രായക്കാരനായിരുന്നു ഷംസുൽ ഉലമ. ശരീഅത്ത് സമ്മേളനം മുതലക്കുളത്ത് നടന്നപ്പോൾ നദവി സാഹിബ് അടക്കമുള്ള നേതാക്കൾ സ്റ്റേജിൽ വെച്ച് ഷംസുൽ ഉലമ പ്രസംഗിച്ചത് പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ അവസരമുണ്ടാവണം. ഞങ്ങളിതാ ഈ കാണുന്ന ഐക്യം നേതൃത്വത്തിൽ മുജാഹിദിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സുന്നികളുടെയും സംസ്ഥയുടെയും ഒക്കെ ഒരു ശക്തിയായി ഞങ്ങൾ നിലകൊള്ളുകയാണ് ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി എന്ന് ഷംസുൽ ഉലമ പറഞ്ഞു. അത് ഈ കാലത്തേക്കുള്ള സൂചനയായിട്ടാണ്, ദീർഘദൃഷ്ടിയോടുകൂടി സംസാരിച്ചതായിട്ടാണ് നമ്മൾ. മുസ്ലിങ്ങൾ ഐക്യപ്പെടേണ്ട എല്ലാ കാലത്തേക്കുമുള്ള ഒരു സൂചനയായിട്ടാണ് ഉസ്താദ് അന്ന് അങ്ങനെ പറഞ്ഞത്. സമസ്ത രൂപീകരിക്കപ്പെട്ടത് പ്രത്യേകിച്ചും വഹാബി പ്രസ്ഥാനത്തെ എതിർക്കാനൊക്കെയാണ്. എന്നിട്ടും ആ പ്രസ്ഥാനക്കാരുടെ കൂടെ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ ഒരുമിച്ചിരിക്കാൻ ഉസ്താദ് നമുക്ക് മുന്നിൽ നിന്ന് മാതൃക കാണിച്ചിട്ടുണ്ട് അല്ലേ? 989 കാലത്ത് ഷംസുൽ ഉലമ ഇത്തരം ഒരു ധീരമായ നിലപാടെടുക്കുമ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഉസ്താദിന് ഓർമ്മ ഉണ്ടാവും. അന്നത്തെ ഒരു ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് കടന്നു തന്നാൽ. അതെ, മഹാനവറുകൾ രംഗത്തിറങ്ങിയത് നമുക്കറിയാലോ ശരീഅത്ത് വിവാദ കാലത്താണ്. അന്ന് രാഷ്ട്രീയം രണ്ടുണ്ടായിരുന്നു, മുസ്ലിം ലീഗ്, അഖിലേന്ത്യാ മുസ്ലിം ലീഗ്. ഷംസുൽ ഉലമ നേരത്തെ മർക്കസ് സമ്മേളനത്തിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, ഇരു ലീഗും സമുദായത്തിന് വേണ്ടി ഒന്നിക്കണം, ഇല്ലെങ്കിൽ ഈ സമുദായം നിങ്ങളെ പാഠം പഠിപ്പിക്കും. അതാ വരുന്നു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്ക് ശരീഅത്ത് വിവാദം ഒറ്റയടിക്ക് ഇരു ലീഗും ലയിച്ചു. ഒരു സെക്കൻഡ് കൊണ്ട് ലയിച്ചു ചേർന്ന സലീമാ സെട്ടുവിൻ്റെ നേതൃത്വത്തിൽ PM അബൂബക്കർ സാഹിബ്, അബ്ദുസമദ് സമദാനി സാഹിബ്, സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ ഇവർ ഷെയ്ഖുനായുടെ വീട്ടിൽ വന്നു. അവർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ യോജിച്ച് വരികയാണ്, എങ്കിൽ നമുക്കൊന്നിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സമസ്തയിൽ മുഷാവറെടുത്ത തീരുമാനം 2 പേര് ഡൽഹിയിൽ പോകാനും രാജീവ് ഗാന്ധിയെ കാണാനുമാണ്. സമസ്തയുടെ ഭാഗത്ത് തീരുമാനം. അതിനിടയ്ക്കാണ് ഈ സംഭവം. ഈ സംഭവം ഉണ്ടായ സമയത്ത് പിന്നെ ഷംസുൽ ഉലമ മുതലക്കുളം മൈതാനിയിൽ പ്രസംഗിക്കാൻ പോയി എന്ന് മാത്രമല്ല, നദവി സാഹിബിനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി സ്വീകരിച്ചു. ആ ഫോട്ടോസൊക്കെ നമ്മൾ കാണാൻ കഴിയും. അങ്ങനെ ആ ശരീഅത്ത് സമ്മേളനത്തിൽ ഷംസുൽ ഉലമ സംബന്ധിച്ചു എന്ന് മാത്രമേ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഇന്നത്തെ വിഘടിത വിഭാഗം എന്ന് പറയുന്ന കൂട്ടരുണ്ടല്ലോ, അവർക്കത് രസിച്ചില്ല. ഒന്നാമത്തത് അവർക്ക് എന്താ കാരണം മനസ്സിലാകുന്നില്ല. എന്താവട്ടെ, അവർ അതിനെതിരിൽ വളരെ മോശമായി ചിത്രീകരിച്ചു. ഇ.കെ. ഷംസുൽ ഉലമ സുന്നത്തെ ജമാഅത്ത് പണയം വെച്ചു, വിശാല ഐക്യമുണ്ടാക്കി, ലീഗിൻ്റെ പണച്ചാക്കിലും സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ പണത്തിൻ്റെ ചാക്ക് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഷംസുൽ ഉലമ അതിൽ വീണു. പണം കണ്ടാൽ ആ മഹാന് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ നടത്തി ചേരിതിരിവുണ്ടാക്കി. ഷംസുൽ ഉലമ അന്ന് തന്നെ മുതലക്കുളം മൈതാനിൽ പരിപാടി കഴിഞ്ഞ് പോരുമ്പോൾ എന്നോട് പറഞ്ഞു, എടോ ഇനി ഒരുത്തൻ അവിടെ ഗൾഫിലുണ്ട്, അവൻ വന്നാൽ എൻ്റെ കൂടലാണ് നല്ലത്, ഇല്ലെങ്കിൽ അവനത് ദോഷമാണെന്ന് പറയുന്നു. എന്നോട് പറഞ്ഞു. അത് മറുഭാഗത്തിൻ്റെ സെക്രട്ടറിയാണ്. അയാളിവിടെ വന്നു, തട്ടിക്കൂട്ടി ഇവിടുത്തെ ഇടതുപക്ഷ ചിന്താഗതിക്കാരൊക്കെ കൂട്ടി, ടി.കെ. ഹംസ പോലെയുള്ള ആളുകൾ കൂട്ടിയിട്ട് അവർ സമസ്തനെ എതിർക്കാൻ തുടങ്ങി. എറണാകുളത്ത് സമ്മേളനം വെച്ചു. അതൊരു ഇടതുപക്ഷ പരിപാടിയായിരുന്നു. അതെ, ഇടതുപക്ഷ പരിപാടിയാണ്. ഇരു ലീഗും യോജിച്ചു. ഏത് കാലത്തും ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷത്തിൻ്റെ ഒരു കഷ്ണം ആവശ്യമാണ്. അഖിലേന്ത്യാ ലീഗ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു.
ലീഗ് രണ്ടും ശംസുലമയുടെ ആഹ്വാനപ്രകാരം സമുദായത്തിന് വേണ്ടി യോജിച്ചു. പിന്നെ മറുഭാഗത്തുള്ള ആളുകളൊക്കെ അണ്ടിപോയ അണ്ണാൻ്റെ മാതിരിയായി. ചിലരൊക്കെ ലീഗ് ടൈംസ് ഓഫീസിലായിരുന്നു വയത് പറഞ്ഞ് കഴിഞ്ഞു വന്ന കോഴിക്കോട് താമസം. അന്ന് മർക്കസ് കോംപ്ലക്സ് ഒന്നും അത്ര വിപുലമായിട്ടില്ലല്ലോ. കല്ലായി റോട്ടിൽ ലീഗ് ടൈംസ് ഓഫീസിലായിരുന്നു. അന്നത്തെ ഇടതുപക്ഷ സഹചാരികളായ പാർണൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, രണ്ടോണം മൊയ്തീൻ മുസ്ലിയാരൊക്കെ അവിടെയാണ് കിടന്നുറങ്ങിയത്. അവർക്ക് കിടപ്പുറം നഷ്ടപ്പെട്ടു. അവർ മനസ്സിലാക്കി ഇനി എവിടേക്ക് പോകണമെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടതുപക്ഷ നിരീശ്വരവാദികളായ ആളുകൾ കൂടി ആലോചിച്ച് നമുക്ക് പിടിക്കാമെന്ന് മനസ്സിലാക്കി. ഏജന്റായിരുന്നു ടി കെ ഹംസ. വേറൊരു കാര്യം, അത് ശംസുൽ ഉലമ ചില പ്രത്യേക കാരണങ്ങളാൽ ഷെയ്ഖിൻ്റെ പള്ളി പോലത്തെ ചില പള്ളിയുടെ പ്രശ്നത്തിൽ ശംസുൽ ഉലമ കാന്തപുര അബൂബക്കർ മുസ്ലിയാരോട് വിയോജിപ്പായിരുന്നു. ഷെയ്ഖുനായിരുന്നു യഥാർത്ഥത്തിൽ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ പ്രസിഡൻറ്റ് 1985 വരെ. പിന്നെ ഇത്തരം ചില കാരണങ്ങൾ ശംസുൽ ഉലമ കാന്തപുരത്തിന് അകറ്റി നിർത്തിയ ഒരു സമയം കൂടിയാണത്. EKAP അങ്ങനെയായിരുന്നു അന്നത്തെ പ്രചരണങ്ങളുടെ ഏറ്റുമുട്ടലുകളൊക്കെ വിഭജനത്തിന് മുമ്പ്. അപ്പോൾ ഇവർ രണ്ട് തട്ടിലാകാൻ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമായിരുന്നു. കാരണം സുന്നികളിൽ ഭിന്നിപ്പ് വരാണല്ലോ. ഭിന്നിപ്പിനൊരു മുമ്പിനായ മനുഷ്യൻ വെറുക്കണമല്ലോ, സന്തോഷിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ആ സമയത്താണ് ഇടതുപക്ഷം ടി കെ ഹംസയുടെ നേതൃത്വത്തിൽ ഇയാളെ വലയത്തിലാക്കുന്നത്. പല മസലഹത്തുകളും പറഞ്ഞു മുഷാവറയിൽ വെച്ച്. ആ മസലഹത്തൊക്കെ പൊളിക്കാനായിരുന്നു ഇവരെ പരിപാടി. അവസാന ഘട്ടത്തിൽ അവർ ഒരു മസലഹത്ത് പൊളിച്ചത് എങ്ങനെയാണ്, സംസ്ഥാന മുഷാവറ ഹാളിൽ കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള യോഗത്തിൽ വെച്ച് മസലഹത്തിന് സംസാരിക്കുമ്പോൾ അവിടെ വിളിച്ചു പറയാൻ തുടങ്ങി. നിങ്ങൾ ചന്ദ്രിക ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ MK മുനീറിന് നാരങ്ങ കൊടുത്തില്ലേ, നിങ്ങൾ ലീഗിൻ്റെ ആരെയും ശംസുലമയോട് പറഞ്ഞു, നിങ്ങൾ ലീഗിൻ്റെ ആരെയും സമസ്തനെ കൊണ്ടുപോയി കെട്ടിയില്ലേ. ഒരു താഴത്തൊരു കൂട്ടർ മുദ്രാവാക്യം വിളിക്കുന്നു. CP കുഞ്ഞു എന്ന് പറയുന്ന കോഴിക്കോട്ടെ MLA നേതൃത്വത്തിലുള്ള DYFI പ്രവർത്തകന്മാർ അവിടെ സമസ്തൻ്റെ ആ കോമ്പൗണ്ടിൽ കിടന്നിട്ട് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. അങ്ങനെ മുഷാവറ നേതാക്കളും ഇവരും അവിടെ ഹാളിൽ മുകളിലായിരുന്നു യോഗം. അവിടെ കുടുങ്ങി താഴോട്ട് ഇറങ്ങാൻ കഴിയാതായി. പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് പിന്നെ ശംസുലമ അടക്കമുള്ള ഉസ്താദന്മാർക്ക് താഴോട്ട് ഇറങ്ങാൻ സാധിച്ചത്. ആ നിരക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അവർ എറണാകുളത്ത് SVSൻ്റെ 40ാം വാർഷികം ഏതൊരു വാർഷികം വെക്കാൻ തീരുമാനിച്ചു. ആ വാർഷികങ്ങൾ ഒറ്റയ്ക്ക് നടത്തേണ്ട, പിന്നെ അതിനെതിരിൽ നാട്ടിക മുസ്ലിംസിയാരുടെ നേതൃത്വത്തിൽ വേറൊരു സമ്മേളനം വെച്ചു. അങ്ങനെ സുന്നികൾ 2 സമ്മേളനം വെച്ചപ്പോൾ അവിടെ ഒരു മധ്യസ്ഥത പറഞ്ഞു. ശംസുലമയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ 2 സമ്മേളനം ഒന്നാക്കാം, ഒന്നിച്ച് നമുക്ക് ആ ഡേറ്റുകൾ മാറ്റിയിട്ട് ഒന്നിച്ചൊരു സമ്മേളനം വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. മസ്ലഹത്തിനെല്ലാം നേതൃത്വം കൊടുത്തിരുന്നത് ശംസുലമയാണ്. അവർ ആ സമ്മേളനം ഒന്നിച്ചാക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ അവർ സമ്മേളനം വെച്ചു. സമ്മേളനം വെച്ച സമയത്ത് പല ഭാഗത്തും കണ്ണൂർ ജില്ലയിൽ 200 ബസ്സൊക്കെ ബുക്ക് ചെയ്താണ് എറണാകുളത്തേക്ക്. പക്ഷേ മഹാനായ ശംസുലമയുടെ കൂടെ സയ്യിദുന മുഹമ്മദ് ശിഹാബ് തങ്ങൾ നബറല്ലാഹു മർക്കദഹു, മഹാനായ ശംസുലമ നബറല്ലാഹു മർക്കദഹു മഹാനവരുടെ കൂടെ കൂടിയിട്ട് അവർ സമസ്തയെ സഹായിച്ചു. എറണാകുളം സമ്മേളനത്തിന് ആരും പോകാൻ പാടില്ല. മുസ്ലിം ലീഗുകാരായ ആളുകളാരും എറണാകുളം സമ്മേളനത്തിന് പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ അവർ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കും. കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയായിരുന്നു ഇബ്രാഹിം മാസ്റ്റർ താമരശ്ശേരി. ആ സമ്മേളനത്തിന് പോയി. ലീഗിൻ്റെ സെക്രട്ടറി സ്ഥാനം മാത്രമല്ല, ലീഗിൽ നിന്ന് തന്നെ പുറത്താക്കി. അംഗത്വം തന്നെ ഇല്ലാതെ. കണ്ണൂർ ജില്ലയിൽ നിശ്ചയിച്ച വാഹനം മാത്രമല്ല, മറ്റു വാഹനങ്ങളൊന്നും തന്നെ എറണാകുളത്തേക്ക് പോയില്ല. ആ കൂട്ടർ കൂട്ടിയിട്ടാണ് ഇപ്പോൾ എറണാകുളത്ത് വേറൊരു ഐക്യസമ്മേളനം, സംഗതി വഖഫ് സമ്മേളനം എന്ന പേരിലാണ് വെച്ചത്. പക്ഷേ അത് ഐക്യസമ്മേളനമായി മാറി. അതിലെ രസകരമായൊരു കാര്യം, കഴിഞ്ഞ 2-ാം തീയതിയാണ് അത് ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഈ വിഘടിത വിഭാഗത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങൾ ഇതാണ് യഥാർത്ഥ സമസ്ത എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തുക. അത് കഴിഞ്ഞ് ഈ സമ്മേളനത്തിലേക്ക് യഥാർത്ഥ സമസ്തയുടെ പ്രസിഡന്റിനെ സമസ്ത പ്രസിഡന്റ് എന്ന പേരിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അവർക്ക് യഥാർത്ഥ സമസ്ത എന്ന് പറയാൻ ഒരിക്കലും അവകാശമില്ല. അവർ കോഴിക്കോട് എറണാകുളം സമ്മേളനം മുഷാവറ കൂടി നിർത്തൽ ചെയ്യുമെന്ന് ഭയപ്പെട്ടിട്ടാണ് അവർ സ്റ്റേ ഓർഡർ കൊടുത്തത്. കോഴിക്കോട് മുനിസിപ്പൽ കോർട്ടിൽ ഇത് തടഞ്ഞു, അത് വെക്കറ്റ് ചെയ്തു. അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി എന്ത് ചെയ്തു? അതിലവർ ഉന്നയിച്ച വാദം
934 രജിസ്റ്റർ ചെയ്ത ഭരണഘടന പ്രകാരമുള്ള സമത്വം നിലവിലില്ല. നിലവിൽ ഉള്ള പിന്നെ കണ്ണിയത്തുസാരി ശിഷ്യനായ ഒരു വൈസ് പ്രസിഡന്റായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ മാറ്റി. അതിനവർ പറഞ്ഞ കാരണം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർക്ക് അത്തും ബുദ്ധിയാണ്. അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ഉപ്പുചാക്ക് കൊണ്ടുപോകുന്നത്. ഉപ്പുചാക്ക് ഇപ്പോൾ കുട്ടിയൊക്കെ അറിയാം. കണ്ണിയത്തുസാദിനെ പറ്റി അത്രയും ബുദ്ധിയാണ് അവർ പറഞ്ഞ് പ്രസംഗിച്ചു എഴുതി. ഞാനതിനൊക്കെ മറുപടി പറയാൻ പോയ ആളാക്കാണ്. ഉപ്പുംചാക്ക് 4 മൂല പിടിച്ചിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണ്. വളരെ തരത്താക്കിയിട്ട് അവർ പ്രസംഗിച്ചു. ജോയിന്റ് സെക്രട്ടറിയായ എ.പി. മുസ്ലിയാർ സെക്രട്ടറിയാണെന്ന് വാദിച്ചു. നിലവിൽ ശംസുലമ ജനറൽ സെക്രട്ടറിയാണ്. ശംസുലമ 1996 വഫാത്തായത്. അതുവരെ ശംസുലമ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ സുപ്രീം കോടതി ഇവരുടെ ഈ കേസ് തള്ളിയത് മാത്രമല്ല അപ്പീലിന് അവകാശമില്ല എന്നുള്ളത് തള്ളി. അപ്പീൽ പോകാൻ അവകാശമില്ല. ഇതിൻ്റെ വാക്താക്കളെ മുഖത്ത് ബഹുമാനം അറിയിക്കുന്നില്ല എന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞു. അവിടെ അപ്പം നിൽക്കുന്നത് ഈ കേസിൽ അവർക്ക് അപ്പീലില്ല. അപ്പീലില്ലാത്തൊരു കേസ് ഇപ്പോൾ ഇവർ ശംസുലമ വഫാത്തായപ്പോൾ അതിൻ്റെ സ്ഥാനത്തേക്ക് എ.പി. മുസ്ലിയാരെ കയറ്റി വെക്കാണ്. ഇവർ യഥാർത്ഥത്തിൽ 89 എന്തായാലും വിഘടിച്ചു പോയി. വിഘടിച്ചിട്ട് ഇവരുടെ വക്കീൽ അരവിന്ദാക്ഷ മേനോൻ നിർദ്ദേശിച്ചത് നിങ്ങൾ ഈ സംഘടനയ്ക്ക് നിലനിൽപ്പില്ല, അവിടെ അല്പം പേര് മാറ്റി വേറെ രക്ഷിയെന്ന്. സമസ്ത കേരള സുന്നി ജമിയത്തുലമ ഉണ്ടാക്കി, അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമ ഉണ്ടാക്കി. വിദ്യാഭ്യാസ ബോർഡ് സംസ്ഥാന ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് പകരം സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി ജമിയത്തുലമീനാക്കി, സുന്നി എംപ്ലോയീസ് ആക്കി. ഇങ്ങനെ മുഴുവനും സുന്നിയോടുകൾ ഘടിപ്പിച്ചു. ഞങ്ങൾ മാത്രമാണ് സുന്നികൾ എന്നുള്ളതാണ് സുന്നി. ഈക്ക മുജാഹിദ്, കോട്ടമൽ ഉസ്താദ് വഹാബി, സുഹാബി, ഇവരെ ബാക്കിയുള്ള 34 മുസാഫറന്മാർ സ്വാമി, 6 ആള് മാത്രം സുന്നി. അത് ശംസുലമ അവരെ സംബന്ധിച്ച് പറഞ്ഞത്, നിങ്ങൾ നട്ടിച്ചക്ക് പറയാൻ പറ്റിയ കേസല്ലേ, നട്ടപ്പാതിരിക്കാൻ പറയാൻ പറ്റുള്ളൂ. അതിലൊരു കുറുക്കൻ്റെ കഥ ശംസുലമ അല്ലയിൽ പ്രസംഗിച്ചത് ഇങ്ങനെ ഓടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കാക്ക ഒരു കുറുക്കൻ ആദ്യം ഓരിടും, പിന്നെ 4 കുറുക്കന്മാർ വീണ്ടും ഒന്നായിട്ട് ഇങ്ങനെ കൂക്കി പിടിക്കും. കാക്കനോട് ചോദിച്ചപ്പോൾ കാക്ക പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഒരു കുറുക്കൻ വഴി ലോകം മുഴുവൻ ഉണ്ടതാണോ എന്ന് പറയും, 2 കൈ പൊക്കി. അപ്പോൾ ബാക്കിയുള്ള കുറുക്കന്മാരൊക്കെ എന്ന് പറയും. അത് നട്ടപ്പാതിരിക്ക് പറഞ്ഞാൽ മതി മുസ്ലിയാരെ, പകല് പറയാൻ പറ്റിയല്ല എന്ന് ശംസുലമേന് മറുപടി പറയും. അങ്ങനെ ഒരു കിടക്കുന്ന കട്ടിൽ സുന്നി കട്ടിൽ ശംസുലമേൻ്റെ പ്രസംഗ, ഒരു നടക്കുന്ന റോഡ് സുന്നി റോഡ്, കുടിക്കുന്ന വെള്ളം സുന്നി വെള്ളം, ഇങ്ങനെ മുഴുവൻ സുന്നി കരത്തിയിട്ടുള്ള സുന്നി എന്നുള്ള ഗുളിക ചേർത്തിട്ടുള്ള ഏർപ്പാടുകളായിരുന്നു അന്ന് അവർ നടത്തിയത്. മഹാനായ ശംസുലമ ഇത് വിശദീകരിക്കാൻ വേണ്ടി ലോകം മുഴുവനും പോയി. യുഎയിൽ പോയി, ബോംബെയിൽ പോയി, ബാംഗ്ലൂരിൽ പോയി, മംഗലാപുരത്ത് പോയി, മദ്രാസിൽ പോയി. ശംസുലമനെ വിശദീകരിക്കാൻ പോയത്. അന്ന് ഇത് പിന്നീട് ഏർപ്പാട് ചെയ്തിരുന്ന ആളുകളാണ് എന്നെപ്പോലത്തെ ആളുകൾ. എൻ്റെ കൂടെയുള്ള ആളുകൾ അവർ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്. അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സ്റ്റേജുകളിൽ, പേജുകളിൽ, പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും പലരുടെയും പ്രസംഗം. അവരിപ്പോൾ പറയുന്നത് കേട്ടൊക്കെ വലിയ രസകരമായ, നിങ്ങളെത്തുന്ന ഞങ്ങൾ സുന്നി പഠിച്ചത്, നിങ്ങൾ കയ്യടിക്കണം എന്നിവരെ പറഞ്ഞിട്ട് വിഘടിത വിഭാഗത്തെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിന് കൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ അവിടെ നിന്ന് ചിലർ പറഞ്ഞത് കാന്തപുരം വിഭാഗവുമായി സംഘടനാപരമായ പൊറുക്കാവുന്നതായ അല്ലറ ചില്ലറ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെയാണോ? അത് ഇവർ തന്നെ നമുക്ക് ആ പ്രസംഗിച്ച ആളുകൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ മുഫ്തി, ഗ്രാൻഡ് മുഫ്തി, പിന്നെ സ്റ്റേറ്റ് ഖാദി, ജില്ലാ ഖാദി, ഇതിലൊക്കെ അയാൾ തന്നെ ഈ ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞ് നമുക്കൊക്കെ അറിയാമല്ലോ. നിങ്ങൾ ഈ പ്രസംഗിച്ച ആള് അതേ വായ കൊണ്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം ഇടതുപക്ഷത്തിനെ സഹായിക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് ടി.കെ. അംശാണെങ്കിൽ ഇന്ന് വേറെ ഒരു മുൻ മന്ത്രിയാണ് രംഗത്ത്. അവരുടെ ലക്ഷ്യം അടുത്ത പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനുമാണ് എന്ന് വളരെ വ്യക്തമാണ്. CPM-ന് സുന്നത്ത് ജമാഅത്തിനോട് വലിയ ഒരു മാസ്റ്റർ അയാളുടെ മകളുടെ വീട് താമസിക്കലിന് 4 മാസം മുമ്പ് അബ്ദുൽ ഹക്കീം അസ്ഹരിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് താല്പര്യം, പലരും അതിൽ എതിർത്തു. പക്ഷെ സുബീക്ക് ആ ദേഹമാണ് വീടിന് വാതിൽ തുറന്നത്. അപ്പോൾ ആ ദേഹത്തിന് പണ്ടേ കുറേ കാലമായി ഈ വിഘടിത വിഭാഗവുമായി യോജിക്കണം എന്ന് പറയുന്ന ആളാണ്. അവരുടെ കൂടെയാണ് അയാളെ കച്ചവടങ്ങൾ മുഴുവൻ. അയാൾ കുടുംബങ്ങൾ പണ്ടേ
യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ചിന്താധിക്കാർ. അയാൾ മാത്രമാണ് ആ വീട്ടിൽ സമസ്തയുടെ ആളായിട്ടുണ്ടായിരുന്നത്. അതായത് ശംസുല്ലുലമയെ ആദർശ വിരുദ്ധനെന്ന് വിളിച്ചവരോട് കൂടെ കൂടാം ഒരു പ്രശ്നം. അവരെ കൂടെ കൂടുന്നതിന് നമുക്ക് വിരോധമല്ല. അവരെ കൂടെ കൂട്ടി ലയിപ്പിച്ച് സമസ്തകരുടെ ജനത്തിലിടുമ്പോൾ ഒന്നാണെന്ന് മുഷാവറ തീരുമാനിക്കണം. രണ്ടുകൂടി കൂടി ഒരു മുഷാവറ, ഒരു വിദ്യാഭ്യാസ ബോർഡ്, ഒരു പാഠപുസ്തകം, ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ആവശ്യാനുസരണം വേണ്ടി വരും. എന്ന് സ്ഥാപനം നമുക്ക് തുടങ്ങാൻ സാധിക്കും. അതിനിടയിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും വ്യാജകേശവുമായി ബന്ധപ്പെട്ട്. അതൊക്കെ പൊറുക്കാവുന്ന പ്രശ്നങ്ങളാണോ? വ്യാജകേശം മാത്രമല്ല, കുവൈത്ത് കരാറുണ്ടാക്കിയിട്ടുണ്ട്. എന്താ കുവൈത്ത്? നാദിർ നോരിയുടെ അധ്യക്ഷതയിൽ കുവൈത്ത് കരാറുണ്ടാക്കി. ആ കുവൈത്ത് കരാറോടുകൂടി ഒരുപാട് എപി വിഭാഗത്തിന് ആൾക്കാർ സംസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. മുസഫർ ബേജിയെ പോലുള്ള ആളുകളൊക്കെ വിഘടിത വിഭാഗത്തിൽ നിന്ന് സംസ്ഥയിലേക്ക് വന്നത് ആ കരാറാണ്. എന്താ കരാറ്? ഇതാ തനാസത്തും ഫീ ഷൈഇൻ റുദ്ദൂഹു ഇലല്ലാഹി റസൂലിന. മദ്ഹബിനെ തള്ളിക്കൊണ്ടുള്ള കരാറാണ്. അതിൽ എപി മുസ്ലിയാർ ഒപ്പിട്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അഭിപ്രായ വ്യത്യാസങ്ങൾ ഖുർആനിലേക്കും ഹദീസിലേക്കും അത് വഹാബി ആശയമാണ്. ആ ആശയം തന്നെയാണ് പിന്നെ എറണാകുളത്ത് മിന്നാന്ന് നടന്ന സമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി പറഞ്ഞത്. പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചോടെ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുന്ന വഹാബി ആശയമാണ്. സുന്നത്തെ ജമാഅത്തിന്റെ ആശയം. സുന്നത്തെ ആശയം നമ്മൾ ഖുർആനിലേക്കും ഹദീസിലേക്കും എത്ര വലിയ മുജ്തഹിദീങ്ങളായ ആളുകൾ വേണം. മുജ്തഹിദീങ്ങൾ ഇത്യാദിന്റെ കവാടം അടഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ചിലർ ഇത്യാദി പഠിക്കുന്നുണ്ടെങ്കിലും അത് ബാധ്യമാണ് ആ വാദം. ഇത്യാദിന്റെ കവാടം അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങാം, മദ്ഹബിൽ ഇമാമിലേക്ക് മടങ്ങണം എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും കുവൈത്ത് കരാറിൽ എപി മുസ്ലിയാർ എഴുതി ഒപ്പിട്ട് അതേ ആശയമാണ് മെനിഞ്ഞാൽ നടന്ന എറണാകുളം സമ്മേളനം. ഒരിക്കലും തന്നെ സമസ്തക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എപി മുസ്ലിയാരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അവരായിട്ട് ഇരുന്ന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു വട്ടമേശയ്ക്ക് ചുറ്റി ഇരുന്ന് പരിഹരിക്കണം. മുടി ഒരു വലിയ പ്രശ്നം തന്നെയാണ്. മുടിക്കെതിരെ ഒരു മസലത്തിൽ പൊളിഞ്ഞത് മുടിയാണ്. അതിൽ അമീദ് ഫൈസിയാണ് ആ മുടി മസലത്തിൻ്റെ ഇടയിലാണ് കൊണ്ടുവന്നത്. ഞാനടക്കമുള്ള ഒരു സമിതി ഉണ്ടായ ഒരു മസലത്താണത്. അപ്പോളം മുസാജിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മസലത്താണ്. ആ മസലത്ത് പൊളിയാൻ കാരണം എന്താ? പൊളിയാൻ കാരണം ഈ മുടിയാണ്. അബ്ദുൽ ഹമീദ് ഫൈസി ആ മുടി ഇവിടെ തെളിവ് ചോദിച്ച് വളരെ അപകടകരമായ നിലക്കുള്ള അവസ്ഥ പൊതുജനത്തിന് മനസ്സിലാക്കി കൊടുത്തു. എക്സിബിഷൻ നടത്തി. ആ മുടി കത്തും, സുൽത്താന മുടി കത്തും എന്ന് പറഞ്ഞു. അതിന് മേലെ ഈച്ച ഇരിക്കുമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബിനെ വളരെ മോശമായി ചിത്രീകരിച്ചു. മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ വളരെ മോശമായി ബോഡി വേസ്റ്റ് വരെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ അപകടകരമായ വളരെ മോശമായ ചിത്രീകരണം നടത്താൻ അവസരം ഉണ്ടായിക്കൊടുത്തത് ഈ മുടിയാണ്. ആ മുടി വെക്കാൻ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഇപ്പം പള്ളിയല്ല. ആ മുടി ഇപ്പോഴും മർക്കസ് തന്നെയാണ്. അതൊരു ടൂറിസ്റ്റ് പള്ളിയായി. പള്ളി ഉണ്ടാക്കുന്നതിനോടോ എപി വിഭാഗത്തിനോടോ നമുക്ക് വെറുപ്പില്ല. അവരുടെ ആശയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ട്. കുവൈത്ത് കരാറിനെ സംബന്ധിച്ച് അവരെന്താണ് പറയുന്നത്? അതിന് അവർ മടങ്ങിയിട്ടുണ്ടോ? ശംസുൽ ഉലമയെ കഫറ എന്ന് വിളിച്ചു. മറുഭാഗത്തിന്റെ പ്രസിഡന്റാണ് വിളിക്കുന്നത്. ശംസുൽ വഫാത്തതിന്റെ ശേഷം ശംസുൽ ഉലമയിൽ 5 കൊല്ലം തളിപ്പറമ്പിൽ കിതാബ് ഓതി പഠിച്ച് ഉള്ളാൾ കുഞ്ഞു കുഴത്തങ്ങളാണ് പറയുന്നത്. അല്ലാഹു കഫറ. ഒരു കഫറ എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥമുണ്ട്. 1-2 അർത്ഥമുണ്ട്. നല്ല പറഞ്ഞുകൊണ്ട് കഫറിന്റെ അർത്ഥം ഉറപ്പായി വൈബേച്ചു, ഇസ്ലാം പുറത്തായി. ഈ നിലക്കുള്ള അവരുടെ ആശയങ്ങൾ അവർ വെച്ച് പുറത്തുന്നുണ്ടോ? അതൊന്നും ഇതുവരെ തിരുത്തിയിട്ടില്ല. ആ ഉള്ള നിങ്ങൾ ചർച്ച പറഞ്ഞു ആളുകൾ തിരുത്തിയെങ്കിലേ ഞങ്ങൾ മസലത്തിനുള്ളൂ, ഞങ്ങൾ സമവായ നല്ല വായ കുലക്കൂല എന്നൊക്കെ ചർച്ച പറയുന്ന അത് പറഞ്ഞിട്ടുണ്ട്. അതിന് സംബന്ധിക്കുന്ന അഭിപ്രായം എന്താ? മുടിയെ സംബന്ധിക്കുന്ന അഭിപ്രായം എന്താ? കഫറിനെ സംബന്ധിക്കുന്ന അഭിപ്രായം എന്താ? അതൊക്കെ പറഞ്ഞു തീർക്കാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അല്ലെ അത് മാറ്റിവെക്കി ഞങ്ങൾ തൽക്കാലം നമ്മൾ മനസ്സിലാക്കാന്ന് ഒരു തീരുമാനം മുഷാവറ എടുക്കണം. മുഷാവറ തീരുമാനം എടുത്തിട്ട് ഏത് സമ്മേളനവും നമുക്ക് പോവാം, പങ്കെടുക്കാം, ഐക്യത്തിലാവാം. അതായത് ഇതൊന്നും പൊറുക്കപ്പെടാവുന്ന, വളരെ സിമ്പിളായിട്ട് പൊറുക്കപ്പെടാവുന്ന വിഷയങ്ങളല്ല. അതായത് നേരത്തെ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി നിന്ന ആളുകളാണ് ഇപ്പോൾ അദ്ദേഹത്തെ അകത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂറ്റം പാറ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ദുബായിൽ ചോദിച്ചു. അതല്ല കുട്ടിയസുദാരമി, പണ്ട് എ പി ഉസ്താദിനെ മാറ്റി നിർത്താൻ ശ്രമിച്ച 2 പേരാണല്ലോ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വല്ലാതെ ശ്രമിക്കുന്നത് എന്ന് 2 വർഷം മുമ്പ് എന്നോട് ചോദിക്കുകയുണ്ടായി. അവരാണ് ഏറ്റവും അവരുടെ പേരക്കുട്ടിനെ കൊണ്ടുപോയി മന്ദിരിപ്പിക്കുന്നത്, അവരെ വേദി പങ്കിടുന്നത്. നമുക്കതിനൊന്നും വിരോധമില്ല കേട്ടോ. എ പി മുസ്ലിയാരോട് നമുക്ക് വ്യക്തിപരമായൊരു വിരോധമില്ല. നമുക്കൊരു ഇടങ്ങേറായിട്ടുണ്ടാക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ ശംസുൽ ഉലമ അടക്കം കണ്ണിത്ത് ഉസ്താദൊക്കെ നിലകൊണ്ട കോട്ടുമ ഉസ്താദ് KK ഹസ്രത്ത് അടക്കമുള്ള ആളുകൾ കൊണ്ട് നമ്മൾ സമസ്തകളുടെ മേൽ ഭിന്നിപ്പുണ്ടാക്കി. എന്ത് നേട്ടം? ഭൗതികമായ കുറേ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ നേട്ടങ്ങൾ സുന്നത്തി മാറ്റുന്ന സമസ്തക്കും ഉപകരിക്കുന്ന നിലയ്ക്ക് ഐക്യത്തിലാക്കുന്നതിന് എന്നെ സംബന്ധിച്ചിടത്തോളം വിരോധമില്ല. നമ്മൾ ഇനി അതിന് ശ്രമിക്കാൻ തയ്യാറാണ്.
ഈ വിഭജനത്തിന് ശേഷം ഏകദേശം 40 വർഷത്തിലധികം കഴിഞ്ഞുപോയി. അതോ അപ്പോൾ ഇത്രയും വർഷത്തിനിടക്ക് പല സമയങ്ങളിലായിട്ട് ഐക്യശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് ശംസുൽ തന്നെ അസുൽ ഹൈറിനല്ലേ സുൽഹാനുള്ള ഹൈറ് ശംസുലമനെ ശ്രമിച്ചു പറഞ്ഞാൽ പല ആളുകൾ മധ്യസ്ഥത്തിന് വന്ന് ശംസുലമ കൂട്ടാക്കിയില്ല. കേസ് അബ്ദുള്ള വന്നു എന്നോട് വണ്ടിക്കാരൻ, ഞാൻ ഈ ചന്തക്കാരും നമുക്ക് ശംസുലമൻ്റെ അടുത്തൊന്ന് പോകണം. അങ്ങനെ ഞങ്ങൾ വെളിമാടുന്ന എന്നെ കൂട്ടിയിട്ട് അയാൾക്ക് ഒറ്റക്കന്ന് ശംസുലമിൻ്റെ അടുത്ത് ഈ വിഷയമായി പറയാൻ ഇനിയും പോകാൻ പ്രയാസമുണ്ട്. കാരണം പല ആളോട് പറയുന്നത് ഏറ്റു ചെന്നാൽ ബുദ്ധിമുട്ടാണ്. ശംസുലമ എന്ന് പറഞ്ഞാൽ അത്ര ഗാംഭീര്യമുള്ള ഒരാളാണല്ലോ. അവിടെ ചെന്നപ്പോൾ കേസ് അബ്ദുള്ള സാഹിബ് അള്ളാഹു അദ്ദേഹത്തിന് മഫ്ഫറത്ത് നൽകട്ടെ, അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ശംസുൽ ഉസ്താദിനെ AP ഉസ്താദിനെ നേരിട്ട് കാണണം എന്ന അഭിപ്രായമുണ്ട്. എന്തിനാണ് മസലത്തിന് അവരിങ്ങോട്ട് കൊണ്ടുവരണ പാണക്കാട് പോകട്ടെ. കാരണം പാണക്കാട് മുഹമ്മദ് ശിഹാബുകളെ മുസ്ലിം ലീഗിനെയാണ് ആക്ഷേപിച്ചത്. അതിൻ്റെ കാലത്താണ് അവർ പുറത്തു പോയത്. അവിടെ പോട്ടെ, അവരിങ്ങോട്ട് കൊണ്ടുവരണ, നിങ്ങൾ അവിടെ കൊണ്ടുപോയില്ല. അങ്ങനെ കേസ് അബ്ദുള്ള സാഹിബ് ഞങ്ങൾ പാണക്കാട് പോയി. അങ്ങനെ ആ മസലത്തിന് വേണ്ടി കടം ഒരുക്കി പാണക്കാട് തങ്ങളെ ഞങ്ങൾ പോയി കണ്ടു. AP മുസ്ലിയാരെ കണ്ടു, പല ആളുകളെയും കണ്ടു. അങ്ങനെ സമസ്ത മുസാഫറ 11 അംഗ സമിതിയെ തിരഞ്ഞെടുത്തു. അപ്പുറത്ത് 11, ഇപ്പുറത്ത് 11. അങ്ങനെ 24 ആൾ ബഹുമാനപ്പെട്ട KB ഉസ്താദ്, KT മാൻ മുസ്ലിയാർ, അവറാൻ കുട്ടിയാജി, മുഹമ്മദ് ഫൈസി, 2 ഒബറാക്കൽപ്പെട്ട ആളും 2 പെട്ടെന്ന്. അപ്പം അവരുടെ ഭാഗത്തു നിന്ന് 4 ആൾ. അവരുടെ പേര് ഞാൻ പറയുന്നത്, പേര് പറയാൻ മാത്രമല്ല, അവരുടെ പേര് പറയുന്നില്ല. അങ്ങനെ 8 ആൾ. അങ്ങനെ അവരുടെ ഭാഗത്ത് നിങ്ങട്ട് എഴുതി കിട്ടിയ കേസ് എന്താ പറയുക, സമസ്ത 6 ആളല്ല ഒഴിവാക്കിയത്, 20 ആളെടുക്കണം, 20 ആക്കണം എന്ന് പറഞ്ഞു. ശംസുൽ ഉലമയുടെ അടുത്ത് ഞാൻ ആ കത്ത് എഴുതി പോയി. ഇങ്ങനെയാണ് അവരെ മധ്യസ്ഥനെ ഏൽപ്പിച്ചത്. ശംസുൽ ഉലമ വായിച്ചത് ഇത് നടക്കാനുള്ള പാലല്ലാന്ന് പറഞ്ഞ് കീറിയിട്ട് കോളാമ്പിയിലിട്ടു. ചേളാരി വിളിച്ചിട്ട് പറഞ്ഞു ഉടനെ മുസാഫറ വിളിക്കണം, ആ മസലത്ത് സമിതി പിരിച്ചു വിടണം. കേസ് എത്തുന്നതിൻ്റെ കൂടെ ഞാൻ ആ മസലത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഓടിയാണ്. പിന്നെയും പല മസലത്തുകളും വന്നിട്ടുണ്ട്, അതിന് ഞാൻ ഭാഗവാക്കായിട്ടുണ്ട്. മസലത്തിൽ നിന്നുള്ളതിന് മുമ്പ് ഞാൻ സംബന്ധിച്ചിടത്തോളം വേണമെന്നേ പറയാൻ പറ്റുള്ളൂ. അതിങ്ങനെ എറണാകുളത്ത് യോഗം കൂടി അവിടെ തെബിരികാരുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരാണ് ദക്ഷിണ കേരളത്തിലുള്ള സ്പീക്കർ പ്രസംഗിക്കാൻ പാടില്ല, കുത്തുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് കേരള സംസ്ഥാന നിയമത്തിലുള്ള. അവിടെ തെബിരിന്റെ സംഘടനയ്ക്ക് അംഗീകാരം നൽകി. ഈ ഖലീൽ തങ്ങൾ 2 ദിവസം മുമ്പ് എടരിക്കോട് താജുൽ ഉലമ ആ ബിൽഡിംഗ് ഉദ്ഘാടനത്തിൽ പറഞ്ഞു ഞങ്ങളാണ് സമസ്ത, പിന്നെ സുൽത്താനുൽ ഉലമ സെക്രട്ടറിയായ താജുൽ ഉലമ പ്രസിഡന്റായ സംഘടന ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത. അതായത് കണ്ണിയത്തുസ്താവും അഡ്രസ്സിലേ ഇല്ല, ശംസുലമിലെ കണ്ണിയത്തുസ്താവില്ല. ഇവര് മാത്രം ആളുകളായി ചിത്രീകരിച്ച പിറ്റേന്ന് അയാളെ ഒറിജിനൽ സമസ്തയായി പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനം എറണാകുളത്ത് നടന്നു. ഇപ്പം ഏതാണ് ഒറിജിനൽ സമസ്ത എന്ന് ജനങ്ങൾക്ക് തിരിയാതെയായി. മദ്രസകളിലൊക്കെ പ്രശ്നങ്ങൾ വരാൻ അള്ളാഹു കാത്തിരക്ഷിക്കണം. മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഇവരുടെ ഇപ്പോൾ അവർ ചില ജനബോഡിയിലൊക്കെ അടികൂടിക്കൊണ്ടിരിക്കുക ഈ വിഘടിത വിഭാഗം. അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മദ്രസകളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ നിലനിർത്തിയത്. പാണക്കാട് മുഹമ്മദ് ശിഹാബുകൾ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആളുകളാണ് ഈ മദ്രസകളൊക്കെ സമസ്തന്റെ പിന്നിൽ ഉറപ്പിച്ചു നിർത്തിയത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായി. ഇനി പല പ്രശ്നം ഈ കൊല്ലത്തെ പുസ്തകം ഒക്കെ അടിച്ചു വിറ്റിട്ടുണ്ട്. ഈ അടുത്ത കൊല്ലത്തേക്കെങ്കിലും 2 പുസ്തകം ഒന്നാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തേണ്ടത്. അതിന് ശേഷമാണ് ഒരു ഐക്യസമ്മേളനം നടത്തുന്നത്. യഥാർത്ഥത്തിൽ വഖഫ് സമ്മേളനത്തിൽ വഖഫിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അവിടെ പറഞ്ഞത് ഇവർ ഐക്യം എന്ന അനൈക്യമാണ് അവിടെ ഉണ്ടായത്. 89 കേട്ട പലതും അക്ഷരം പോലും തെറ്റാതെ ഇന്ന് 2025 കേൾക്കണം. ഞാനൊരു ഉദാഹരണത്തിന് ഹമീദ് ഫൈസി അമ്പലക്കടവും മൊയ്തീൻകുട്ടി ഫൈസി വാക്കോട് ഇവർ 2 പേരും ചേർന്ന് രചിച്ച സമസ്തയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് AP വിഭാഗത്തെക്കുറിച്ച്. അവർക്ക് ബാബരി പള്ളിയല്ല പാലപ്പറ്റ പള്ളിയാണ് പ്രശ്നം എന്ന തലത്തിലായിരുന്നു അവരുടെ പ്രചരണങ്ങളെന്ന്. ഇന്ന് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ പറയുന്നത് നമുക്ക് സുന്നികൾ ഐക്യപ്പെട്ട് മൊയ്തീൻ പള്ളി പിടിക്കാൻ പോകണം. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നടത്തിയ ഒരു സമ്മേളനത്തിൽ മൊയ്തീൻ പള്ളി കൊണ്ടിടുന്നത് പാലപ്പറ്റ പള്ളി പറഞ്ഞതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. എന്താണ് രണ്ടും തമ്മിലുള്ള ഒരു സാദൃശ്യത്തെക്കുറിച്ച് ഉസ്താദിന് പറയാനുള്ളത്? ഇപ്പോഴും ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഉസ്താദ് മറ്റുള്ള ആളുകളും ഇപ്പം മറ്റേ പള്ളിയാണ് പാലപ്പറ്റ പള്ളിയാണെന്നാണ് പറയുന്നത്. ഇതിലും ഈ ബേസിൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്താ നമുക്കറിയില്ല. ആ പുസ്തകത്തിൽ രീതിയിൽ നിന്ന് അയാൾ മാറിയിട്ടുണ്ടല്ലോ നമുക്കറിയില്ല. പക്ഷേ അയാൾ ഈ കൂട്ടർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഏത് പണ്ട് പറഞ്ഞ അതേ ആശയത്തിന് സപ്പോർട്ട് ചെയ്യണം യഥാർത്ഥത്തിൽ.
മുഹമ്മദ് ശിഹാബുകൾ പത്മജന്റെ തലയിൽ കൈവച്ചു. അതുകൊണ്ട് മുഹമ്മദ് ശിഹാബുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. കാന്തപുരത്തിന്റെ വാദമായിരുന്നു. പണ്ടത്തെ വാദം തന്നെ ഇപ്പോൾ ഈ ആളുകൾ വാദിക്കും. അന്ന് പൂക്കോയത്തങ്ങൾ വരെ നല്ല തങ്ങൾമാരായിരുന്നു. ഇപ്പൊ അതിലല്ലേ തങ്ങൾ വരെ സാദിഖലി തങ്ങൾ മരിച്ചാൽ പറയും സാദിഖലി തങ്ങൾ വരെ നല്ല ആളാണ്, അബ്ബാസിലി തങ്ങൾ മോശമാണെന്ന് പറയും. ഇത് തന്നെ ഒരു അടിസ്ഥാനമില്ലാത്ത സംസാരങ്ങളാണ്. ഒരു വരെയും ജനങ്ങളെ അതിനെ കൽപ്പിക്കുകയില്ല. അപ്പം മഹലുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ അങ്ങനെ തിരിയും. ഓരോ മഹലിലെയും ജനറൽ ബോഡിയിൽ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരെ കൂടെ ആരാളുള്ളത്. ഇവർ സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിക്കുന്ന കുറച്ച് ആളുകളാണ്. അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം നമ്മൾ കണ്ടല്ലോ. അവർ ടീം സമസ്ത എന്ന പേരിൽ പൊന്നാനിയിൽ എന്ത് ചെയ്ത് വലിയ തരത്തിലുള്ള ആളുകൾ അവിടെ കൂടിയിട്ട് പ്രചരണം നടത്തി. സമസ്തന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് കൊണ്ടു നടന്നു. അവസാനം എന്താണ്, ഒരു 60,000 വോട്ടിൽ ജയിക്കുന്ന ആൾ 2 ലക്ഷത്തിന് വോട്ടിൽ ജയിച്ചു. ഇവരെ കൂടെ മൂക്ക് കീപ്പറ്റുള്ള മനുഷ്യന്മാരാരില്ല എന്നുള്ളത് ആ ഇലക്ഷൻ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പാണക്കാട് തങ്ങന്മാരെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു മസലാത്തോ ഒരു പഞ്ചായത്തോ കേരളത്തിൽ നടക്കുക. ശംസുലുലമ തന്നെ പറഞ്ഞതാണ്. സാദിഖലി തങ്ങൾ ശംസുലുലമന്റെ സ്റ്റേജിൽ പയ്യനിരുന്ന് പഠിച്ച ആളാണ് സാദിഖലി ഷേഖ്. 14-15 കൊല്ലം SKSFന്റെ പ്രസിഡന്റ്. SKSFനെ ജനകീയവൽക്കരിച്ച് സാദിഖലി ശിഹാബുകളാണ്. എനിക്കറിയാം 10ാം വാർഷികത്തിലേക്ക് തങ്ങൾ വല്ലാത്ത താല്പര്യം. ഞാൻ ഇത്രയധികം താല്പര്യം എടുത്ത് തങ്ങളെന്തിനാണ് ഇങ്ങനെ ഓണം ഉറക്കം കഴിഞ്ഞിട്ട് ഈ സമ്മേളന പദ്ധതി ഇരിക്കുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളിലേക്ക് ഇവിടുത്തെ യൂത്ത് ലീഗുകാർ MSFകാരൊക്കെ SKSFിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും വലിയ നേതാവാണ് സാദിഖലി ശിഹാബുകളാണ്. അയാളെ മാറ്റി നിർത്തിയിട്ട് സുന്നത്തമാത്തോ ഒരു SYSO അല്ലെങ്കിൽ ഒരു പ്രവർത്തനമോ കേരളത്തിലാണ്. ഇപ്പോൾ തന്നെ 1600 മഹലിൽ കാദിയാണ് സാദിഖലി ശിഹാബുകൾ. മൊബൈലിനെ കാദിയാക്കണമെന്ന് പറഞ്ഞു പോയതല്ലോ. ഓരോ മഹലിയാർ ബയ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ആർക്കും തടയാൻ കഴിയില്ലല്ലോ. പിന്നെ കാദി ഹൗസ് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ പാലക്കാട് കാദി ഫൗണ്ടേഷൻ ഉണ്ടാക്കി. കോഴിക്കോട് കാദി ഹൗസ് ഉണ്ട്, കാഞ്ഞങ്ങാടുണ്ട്, കാസർഗോഡൊക്കെ ഉണ്ട് കാദി ഹൗസ്. പാണക്കാടിന് മാത്രം പറ്റൂല. പാണക്കാടിന് മാത്രം പറ്റൂല എന്നാണ് ശരിയല്ല. ഇവരുടെ ഈ വാദപ്പം അവർ അവസാനിപ്പിച്ചിട്ടുണ്ട്. കാദി ഹൗസൊക്കെ ആവശ്യമാണെന്നുള്ള തർക്കമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന അംഗീകാരം നമ്മൾ അംഗീകരിക്കലാണ്. ഈമാൻ ഹസദ് വെക്കരുത്. ഒരാൾക്കുള്ള കഴിവ് അള്ളാഹു കൊടുക്കുക. അള്ളാഹു കൊടുത്ത കഴിവല്ലാതെ ഒരാൾക്ക് ഒരു കഴിവില്ലാതെ വിശ്വസിക്കുന്നവരാണ് സുന്നത്തെ ജമാഅത്തിന്റെ വിശ്വാസികൾ, സുന്നി വിശ്വാസികൾ, സമസ്തന്റെ ആളുകൾ. ഓരോരുത്തർക്കും അള്ളാഹു തആല കൊടുത്ത ആ കഴിവ് കതിര് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. ഞങ്ങൾ വളരെ ചെറുപ്പകാലത്തെ പരിചയപ്പെട്ട ആളാണ്. ഇപ്പോൾ ജാമിയ യമാനിൻ്റെ പ്രിൻസിപ്പാളാണ്, പ്രസിഡന്റാണ്. അദ്ദേഹത്തെ നന്ദിദാസലം അറബി കോളേജിൽ നിന്ന് വളരെ മോശമായ നിലയ്ക്ക് പുറത്താക്കി. പക്ഷെ ആ സമയത്ത് ഞാനാണ് ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ സെക്രട്ടറി ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നത്. നടന്നില്ല. അന്ന് ഒരാളെ മാത്രം MT സാറ് പുറത്താക്കി, ചേലക്കാട് സാർ പുറത്താക്കി, ഒളവള സാർ പുറത്താക്കി. നന്ദിയിൽ നിന്ന് ഒളവ സാർ ശേഖരൻ്റെ അടിയിൽ കൊടിയെടുത്തെടുക്കുന്ന പണിയായിക്കോട്ടെ എന്നാണ്. ഇങ്ങനെ മോശമായി ചിത്രീകരിച്ച ആളുകളാണ് ഇപ്പോൾ വലിയ ഐക്യമായിട്ട് ശരിയായ സംസ്ഥയായിട്ട് വന്നിരിക്കും. ഇത് ശരിയാവില്ല. ഇതൊക്കെ യോജിച്ച് പോകണം. എന്നിട്ട് AP ഭാഗമായിട്ട് കൂടി എന്നിട്ട് ലയിക്കണം. പിന്നെ വേറെ സുന്നിയായിട്ടുള്ള സംഘടനകളുടെ ഓരോയിട്ടൊക്കെ ലയിക്കാൻ നമുക്ക് ശ്രമം നടത്താം. അതൊക്കെ മുഷാവറയുടെ തീരുമാനപ്രകാരമാണ്. ഉസ്താദ് ശംസുലുലമയുടെ ഒരു വിദ്യാർത്ഥി എന്നതിനപ്പുറം മറ്റുള്ള ബന്ധങ്ങളൊന്നുമില്ല എന്നൊരു ആരോപണമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നന്ദിദാർസലാം അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ദർസ് കഴിഞ്ഞാൽ ഷെയ്ഖുന എന്നോട് പറയും കിതാബ് എടുത്ത് കാറിൽ കയറുന്നത് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഞാൻ തന്നെ ആദ്യം അത്ഭുതപ്പെട്ടു. ഞാൻ വീട്ടിലെ താമസം ശംസുലുലമയുടെ വീട്ടിൽ. മരണം വരെ അവസാനത്തെ വെള്ളം കൊടുത്തത് ഞാനാണ് ഫാത്തിമ ഹോസ്പിറ്റലിൽ. മരുന്നൊക്കെ കൊടുക്കാൻ ഞാനായിരുന്നു. എന്നീ ഹാദിമികളായി പറയപ്പെടുന്ന ആളുകളായിരുന്നു ഞാനെന്നെ കണ്ടിട്ടില്ല. വഫാത്തിന് ശേഷം മരണാനന്തര ചടങ്ങിൽ വരെ ഈ ഹാദിമികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ മൂപ്പർക്ക് എന്നോടുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ യോഗ്യനായിട്ടല്ല. ഞാൻ ദർസിൽ പഠിക്കുന്ന കാലം മുതൽ പിന്നെ എനിക്ക് ദർസ് ഏൽപ്പിച്ചവർ ആദ്യമായി AB അബ്ദുൽ മുഹസിയുടെ നാട്ടിലാണ് എനിക്ക് ദർസ് മുട്ടെങ്കിൽ ഏൽപ്പിച്ച് ശംസുലുലമയാണ്. പിന്നെ എനിക്ക് ദർസ് ഏൽപ്പിച്ചൊക്കെ ശംസുലുലമ. മൂപ്പർ കാദിയാചാര്യത്തിൻ്റെ ഏൽപ്പിച്ചു. മരണം വരെ മൂപ്പർ ഏൽപ്പിച്ച ദർസാണ് എനിക്ക്. കാരണം രാത്രി മൂപ്പർ വീട്ടിലേക്ക് ദർസ് ഏൽപ്പിക്കും. മൂപ്പർ പറയും, കമ്മിറ്റിക്കാരോട് പറയും, ഇവനങ്ങൾ പിന്നെ മീറാമിക്ക് നോക്കാണ്ട് ദർശനം നടത്തിക്കോളെന്ന് പറയും. അങ്ങനെ ദർസ് കഴിഞ്ഞാൽ മൂപ്പരെന്നെ വിളിക്കും. എത്ര ഇരട്ടിയിലുള്ള സമയത്ത് വിളിക്കും. രാത്രി ഞാൻ എടുത്ത് സുബീൻ മുമ്പെന്നെ വിളിച്ച് ഞാൻ പിന്നെ ദർസിലേക്ക് പോകും. എന്നെ മൂപ്പർക്ക് ഒരു ആവശ്യമായി മൂപ്പർ കണ്ടു. പല വേദികളിൽ കേസ് നടക്കുന്ന സമയത്ത് കൂടുതലായി എനിക്ക് മൂപ്പരെ കൂടെ നിൽക്കേണ്ടി വന്നു. പല കാര്യങ്ങളിലും കാഴ്ചപ്പ് കുറഞ്ഞ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് മരണം വരെ
മരിക്കുന്ന സമയത്ത് അവിടെ അവസാനം ഞാൻ സംസം വെള്ളം കൊടുത്തതാണ് സുബീൻ്റെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് മഹാനായ ശംസുലുലമയെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് വരാണ്ട്. അതിപ്പോഴല്ല, വേറെ പറയാം ഇൻഷാ അല്ലാഹ്.